ചാനൽ റേറ്റിംഗ് മത്സരങ്ങൾക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പൂരത്തെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടുകൾ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ രാവിലെ തന്നെ ചായ കുടിച്ച് ബീച്ചിലൂടെ നടന്നുകൊണ്ടുള്ള കളിയും ചിരിയും വർത്തമാനവും ഒക്കെ ആക്കാം. അത് ചാനലുകളുടെ ഇഷ്ടം. അതിൽ ഞങ്ങൾ ജനങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. എന്നാൽ അതുപോലെയല്ല, ഒരു ഭീകരമായ യുദ്ധാന്തരീക്ഷ മുഖത്ത് നമ്മുടെ രാജ്യം നിൽക്കുമ്പോൾ എരിതീയിൽ എണ്ണയൊഴിക്കും വിധം മലയാള ചാനലുകളിൽ ചിലത് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. പാകിസ്ഥാനെതിരെ ഇന്ത്യൻ മുന്നേറ്റങ്ങൾ നടക്കുമ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തും വാക്ക് കസർത്തുകൾ നടത്തി ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ് മലയാളത്തിലെ ചില മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരം വിവരം എന്നത് സംബന്ധിച്ചൊരു ധാരണയുമില്ല. കിട്ടുന്ന വാർത്തയിലെ വാക്കുകൾ വിപുലീകരിച്ചും പർവ്വതീകരിച്ചും ഇവർ രംഗം കൊഴുപ്പിക്കും. അല്പം കഴിയുമ്പോൾ വാസ്തവം പുറത്തു വരും. അപ്പോൾ കേട്ടുനിന്ന പ്രേക്ഷകർക്ക് അറപ്പ് തോന്നും വിധം അവർ പറയും, പാകിസ്ഥാന്റെ വ്യാജ വാർത്തയിൽ നമ്മൾ വഞ്ചിതരാകരുത് എന്ന്. ഇതെന്ത് മാധ്യമ പ്രവർത്തനമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. റിപ്പോർട്ടർ ചാനലിൽ ഒരു ലൈവ് റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. അവതാരകൻ മികച്ച ഫോമിലാണ്. അവതാരക പറയുന്നു, ബിഗ് ബ്രേക്കിംഗ്, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുമുള്ള എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു എന്ന്. ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ പ്രധാന അവതാരകൻ പറയുന്നു, വിമാനത്താവളങ്ങൾ അടച്ചു, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു, ഹൈ അലേർട്ട്, ദ ഫസ്റ്റ് റിപ്പോർട്ട് ഓൺ ദ ബ്രേക്കിംഗ്. ഞങ്ങൾക്ക് മാത്രം, ഞങ്ങൾ ആദ്യം, എല്ലാം ഞങ്ങൾ. ഇത് കേൾക്കുന്ന സാധാരണ ജനം എന്താണ് കരുതേണ്ടത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഇനി ഇതേ ചാനലിൻ്റെ രണ്ടാമത്തെ ഒരു സന്ദർഭം തന്നെ നോക്കാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റേത് എന്ന ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സമയത്ത് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി ചർച്ചയിലാണ് എന്നോർക്കണം. സൈനിക നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡോവലോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ ആ നിർണായക സമയത്ത് ട്വീറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തുമോ എന്ന സാമാന്യ യുക്തി പോലും ഇല്ലാത്തവരായി അവതാരകർ മാറുന്ന കാഴ്ചയാണ്. ചാനൽ സ്റ്റുഡിയോയിലെ ആ സംഭാഷണം നമ്മളൊന്ന് കേൾക്കാം. ഏറെ രസകരമാണത്. അവതാരകൻ പറയുന്നു, പാകിസ്ഥാന് ഇനി ഒരു രാജ്യമായി തുടരുവാനുള്ള യോഗ്യതയില്ല എന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ അവതാരക പറയുകയാണ്, അതായത് പാകിസ്ഥാനെ തീർക്കും എന്ന് തന്നെയല്ലേ അജിത് ഡോവൽ പറയുന്നത്? അപ്പോൾ സീനിയർ അവതാരകൻ ഇടപെടുകയാണ്. തീർച്ചയായും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കും എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. പിന്നീടുള്ള ഒരു 5 മിനിറ്റ് അവിടെ ബഹളമയമായിരുന്നു. ചർച്ച ചെയ്യുന്നു, BGM ഇടുന്നു, അങ്ങനെ വലിയ ആവേശ പ്രഖ്യാപനങ്ങൾ, കോപ്രായങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ. ഈ 5 മിനിറ്റിന് ശേഷം അവതാരകൻ പറയുകയാണ്, ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട വിവരം നമ്മൾ അറിയിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ട്വീറ്റ് അജിത് ഡോവലിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നല്ല എന്ന് ഞങ്ങളുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു, നമ്മളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സമയം അവതാരക പറയുകയാണ്, പക്ഷേ അജിത് ഡോവൽ സംയുക്ത സൈനിക മേധാവിയെ കാണുന്നുണ്ട് എന്ന്. അപ്പോൾ പ്രധാന അവതാരകൻ വീണ്ടും ഇടോട്ട് പറയുകയാണ്, ഇതാണ് പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രം, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നതാണ് അവരുടെ തന്ത്രമെന്ന്. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നമ്മൾ ആഹ്വാനം നടത്തി എന്ന് തെളിയിക്കാനാണ് ഇത്തരം ഫേക്ക് വാർത്തകൾ പാകിസ്ഥാൻ പടച്ചുവിടുന്നത് എന്ന് അവതാരകൻ പറയുകയാണ്. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ പിന്നീട് അവതാരകൻ പറയുന്നുണ്ട്, ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നമ്മൾ വലിയ ജാഗ്രത കാണിക്കണമെന്ന്. ഒരിക്കലും നമ്മൾ പാകിസ്ഥാൻ്റെ അജണ്ടകളിൽ വീണു പോകരുത്. അവർ നൽകുന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്ന ഒരു ഉപദേശവും ചാനൽ കണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും പൊതുജനം ഇവിടെ ആരായി? ഇതേ സമയം തന്നെ 24 ചാനലിൽ മുൻപ് ഫിലാഡൽഫിയയിൽ നടന്ന വിമാന അപകടത്തിൻ്റെ ദൃശ്യം കാണിച്ച് കറാച്ചിയിൽ നടന്ന ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കിട്ടിയത് ഞങ്ങൾക്കെന്നും പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ യുദ്ധമുഖത്ത് ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുക നമ്മുടെ മാധ്യമങ്ങൾക്കാണ്, അതിൽ തർക്കമില്ല. ഏറ്റവും മോശമായി ഇടപെടാനും കഴിയുകയും അവർക്ക് തന്നെയാണ്, അതിലും തർക്കമില്ല. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും മറ്റും ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് മാധ്യമങ്ങൾ. യുദ്ധമുഖത്തെ അപ്ഡേഷനുകൾ സർക്കാരും സൈന്യവും നൽകുന്നുണ്ട്. അതുവരെ കാത്തിരിക്കുവാനുള്ള സാമാന്യ മര്യാദയെങ്കിലും മാധ്യമങ്ങളെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. വിമാനത്താവളം അടച്ചു എന്ന വാർത്ത കേൾക്കുന്ന ഒരു വിമാനയാത്രികൻ്റെ അപ്പോഴത്തെ വെപ്രാളത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടായിട്ടുണ്ടോ? ആദ്യം ഞങ്ങൾ എന്ന ത്വരയിൽ സത്യം പിന്നെ എന്ന നിലപാട് ശരിയല്ല. തെറ്റുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. എന്നാൽ തങ്ങൾക്ക് യാതൊരു ധാരണയുമില്ലാത്ത വിഷയത്തെ പൊലിപ്പിച്ച് അവതരിപ്പിക്കുക എന്നത് എന്തുമാത്രം അമാന്യമായ ക്രൂരതയാണ്.
മനുഷ്യൻ്റെ അറിയുക എന്ന അവകാശത്തിന് മേൽ വിശ്വാസ്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന നടപടിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് ഇവരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലല്ല എന്നോർക്കണം. ഇത് കുട്ടിക്കളിയുമല്ല. അതീവ ജാഗ്രത വാക്കിലും നോക്കിലും പേജിലും ഉണ്ടാവേണ്ട നിമിഷമാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ശത്രുവിൻ്റെ നീക്കങ്ങൾക്ക് കാരണമാകുമെന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? റേറ്റിങ്ങിന് നിങ്ങൾക്ക് എന്തെല്ലാം സാധ്യതകളെ ഉപയോഗിക്കാം. മുൻപ് വർഷങ്ങൾക്ക് ശേഷം AI സാധ്യതയുടെ വാർത്ത തലക്കെട്ടെന്ന് പത്രങ്ങളിൽ പരസ്യം വന്നപ്പോൾ അത് അതേപടി വായിച്ച് ഇനി ഇതാ കറൻസികൾ തന്നെ അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്ന വാർത്ത രാവിലെ തന്നെ വായിച്ച അവസ്ഥ നമ്മൾ കേട്ടു. കിട്ടിയ വാർത്തയുടെ വാസ്തവം അറിയാൻ ശ്രമിക്കുന്നതിന് പകരം കിട്ടിയ ആ ഒരു ത്രെഡിൽ വാർത്ത പൊലിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനം മാധ്യമ വിശ്വാസ്യതയെ തന്നെ പൊളിക്കുന്നതാണ്. നമ്മൾക്ക് വലിയ അറിവുണ്ടായേക്കാം, നമ്മൾക്ക് ഒരു സാധ്യതയെക്കുറിച്ച് ഒരു ത്രെഡ് കിട്ടിയാൽ അതിനെക്കുറിച്ച് പറയാനുള്ള കഴിവുണ്ടായേക്കാം. പക്ഷേ നമ്മൾ പറയുന്നതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അത് അതേപടി പറയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ഇനി അത് പൊലിപ്പിച്ച് പറയാനാണ് പറ്റുന്നതെങ്കിൽ അതിനെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ കഴിയില്ല. ആദ്യം അറിയുക എന്നത് അവകാശം തന്നെ. പക്ഷേ അത് സത്യമല്ലെങ്കിൽ അറിയിച്ചവർ ഉത്തരവാദിത്വം ഏൽക്കുക തന്നെ വേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ടാകരുത്. പ്രത്യേകിച്ച് ഇതൊരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് നിമിഷവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യം ഏർപ്പെട്ടേക്കാം. അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന ഘട്ടത്തിൽ വ്യാജ വാർത്തകളുടെ അകമ്പടിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് ഈ രാജ്യത്തോട് തന്നെ ചെയ്യുന്നൊരു ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യം തന്നെ ആയിരിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ വാർത്താമാധ്യമങ്ങൾ ഏറ്റവും ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കേണ്ട കാര്യവും അത് തന്നെയാണ്. മിസൈൽ അയച്ചു എന്ന് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ആ വാർത്ത കൊടുത്തു എന്ന് വെച്ച് മലയാളികൾ ഈ വാർത്ത അറിയാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വാർത്തകൾ വിനിയോഗിക്കുന്ന ഇടങ്ങളിൽ പ്രയോഗിക്കുന്ന വാക്കുകളിൽ നമ്മൾ ജാഗ്രത കാണിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇതെന്നുള്ള ഓർമ്മ നമ്മൾക്കുണ്ടാവണം. നമ്മൾ നൽകുന്ന വാർത്തയാണ് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നതും അവർ അതിന്മേലുള്ള ഉത്തരവാദിത്വമോ ഭയമോ ആശങ്കയോ സന്തോഷമോ ഒക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വാർത്ത നൽകിക്കഴിഞ്ഞാൽ അത് ഭീതി പടർത്തലാണ്. അത് യുദ്ധത്തോളം തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യം തന്നെയാണ്. ജാഗ്രത കാണിക്കുക.